നമസ്കാരം. ധന്വന്തരി ചാനലിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാദവ്യാധിയുടെ തേർഡ് പാർട്ടാണിത്. സോ ഫസ്റ്റ് ഡിസീസ് ഇസ് വിശ്വാജി. സോ മോഡേൺലി ഇറ്റ് ഈസ് കോറിലേറ്റഡ് വിത്ത് റേഡിയോ അൾനാർ ന്യൂറൈറ്റിസ്. സോ എന്താണ് ലക്ഷണമെന്ന് നോക്കാം. തലം പ്രത്യംഗുലീനാം യാഹ കണ്ഡര ബാഹു പൃഷ്ഠതഃ ബാഹോഃ കർമ്മക്ഷയകാരി വിശ്വാജിശ്ചേതി സ ഉച്യത്തെ. മാധവനിദാന 22nd chapter 57th sloka. So this is the condition when the tendons of palm, finger, arms, shoulder get affected with vata, then this will decrease the functions of the upper limb. So tendon affect ചെയ്യുന്ന disease ആണ്, upper ലിംബിലാണ് ഇത് affect ചെയ്യുന്നത്. So when this disease affect the lower limb, അതിനെ ഗൃദ്രസി ആയിട്ട് റിസംബിൾ ചെയ്യുന്നു. when it is in upper limb it is വിശ്വാജി. സോ അഷ്ടാംഗഹൃദയ സെയിം ശ്ലോകം തന്നെയാണ്. സോ only differences. സോ മുകളിൽ പറഞ്ഞിട്ടുള്ള കർമ്മക്ഷയകാരി എന്ന വേർഡിന് പകരം ചേഷ്ട അപഹരണി എന്നൊരു വേർഡാണ് അഷ്ടാംഗഹൃദയ നിദാനസ്ഥാനയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. Next is the Chikilsa. Shushruta Chikilsa Sanam 5th chapter 23rd slogan is very important and it is common for many diseases. And next is the Vadahara Chikilsa, and specifically Yoga Ratnakara said that Nasya with Dashamula Balamasha Kashaya with Taila Grida after evening meal. So ഒരു നസ്യ പ്രയോഗ യോഗ രത്നാകര സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. So 8th disease is Padadaha. So Pada means feet, Daha means burning sensation. So Padadaha, so commonly നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് ഒരു സിംറ്റമായിട്ട് പാദദാഹ കാണാം. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എന്ത് ചികിത്സ കൊടുക്കാം, എന്താണ് ലക്ഷണാസ് എന്ന് നോക്കാം. സോ പാദയോഹോ കുരുതേ ദാഹം പിത്ത അസൃക് സഹിതോ അനിലഹ വിശേഷത ചംക്രമണാത് പാദദാഹം തമാദിശേത്. സുശ്രുതം നിദാനസ്ഥാനം ഫസ്റ്റ് ചാപ്റ്റർ 77th ശ്ലോക. സോ ഈ പേഴ്സൺ കൂടുതലായിട്ട് നടക്കുമ്പോഴാണ് ഈ പെയിൻ ഓർ ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു the increased amount of vata when it is associated with pitta and rakta. So pitta and rakta always daha will be the associated symptom. So ഈ കണ്ടീഷനിൽ ഈ മൂന്ന് ദോഷാസിൻ്റെയും പ്രസൻസ് ഉള്ളത് കൊണ്ട്, so because it is said by Shushruta, so rakta is also dosha here, so it is the padadaha. So next is the Chikilsa. So Shushruta Chikilsa Sthanam 5th chapter 23rd sloka. സോ ഈ ശ്ലോകയിൽ മെനി ഡിസീസസിനുള്ള ചികിത്സ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് സിരാവേദന ഓർ വെനിസെക്ഷൻ. നെക്സ്റ്റ് ശതദൗതകൃത. സോ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലേഷനാണ്. നെക്സ്റ്റ് ഇസ് ദ 9th disease, that is Padaharsha. Padaharsha means tingling sensation of feet. സോ ഇതിൻ്റെ ലക്ഷണാസ് ഹൃഷ്യത ചരണൗ യസ്യ ഭവതശ്ച പ്രസുപ്തവത് പാദഹർഷഃ സ വിജ്ഞേയഃ കഫവാദ പ്രകോപജഃ. സോ ഈ ഡിസീസസിനൊക്കെ ഏത് ദോഷയാണ് പ്രിഡോമിനൻ്റ് എന്നാണ് നോക്കേണ്ടത്. സോ പാദഹർഷയിൽ കഫ ആൻഡ് വാദ ഈസ് പ്രിഡോമിനൻറ്റ്. സോ ദർ ഇസ് ദ ഫീലിംഗ് ഓഫ് എ ഹോറിപ്പിലേഷൻ ഇൻ ദ ഫീറ്റ്. And the Chikilsa is, it is Siravadana said in Sushruta Chikilsa Sthana 5th chapter 23rd sloka. And according to Bhava Prakasha it is Kapha Vadahara Chikilsa. And according to Chakradatta, Svedana can be done using steam produced from kanji while heating it with ishtiga churna. അതായത് നമ്മുടെ കോമൺ ആയിട്ട് പറയുന്ന ഇഷ്ടിക. സോ ഇഷ്ടിക ഓർ ബ്രിക്ക്, സോ അതിൻ്റെ ചൂർണ്ണ കണ്ടം യൂസ് ചെയ്ത് കാഞ്ചിയുടെ കൂടെ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസീസിന് സ്വേദന ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസീസസ് വാദകണ്ഠക. സോ നമ്മൾ കോമൺലി പറയുന്ന ആംഗിൾ സ്പ്രെയിൻ, കാലിൽ വരാവുന്ന ഉളുക്ക്, അതാണ് ആംഗിൾ സ്പ്രെയിൻ ഓർ വാദകണ്ഠക ഇൻ ആയുർവേദ. സോ ഇതിൻ്റെ ലക്ഷണം ന്യസ്തേ തു വിഷമം പാദേ രുചഃ കുര്യാത് സമീരണഃ വാദകണ്ഠക ഇത്യേഷ വിജ്ഞേയഃ കുടുകാശ്രിതഃ. സോ സമീരണ ഓർ വാദ, സോ ഇതിൻ്റെ പ്രസൻസ് ആണ് ഈ വാദകണ്ഠക ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് in the asraya of kuda means angle region. When we are placing our foot in ground in irregular position, so it can be causing an sprain. സോ നമ്മൾക്ക് കോമൺലി കാണുന്ന ഡിസീസാണ്, അതായത് നമ്മൾ കാലിൻ്റെ ഇറഗുലറായിട്ടുള്ള പൊസിഷൻ കാരണം ആംഗിൾ റീജിയനിൽ
ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ ഉണ്ടാവും. സോ ആ കണ്ടീഷനിൽ വാദം ഇൻക്രീസ് ചെയ്തിട്ട് എക്സസീവ് എമൗണ്ട് ഓഫ് പെയിൻ ആണ് ഉണ്ടാവുന്നത്. സോ ചികിത്സ ഓഫ് ദിസ് ഡിസീസസ് സെയിം ശുശ്രുത ചികിത്സ 5th chapter 23rd ശ്ലോകൻ സിരാവേദന. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ചക്രദത്ത രക്തമോക്ഷണം ചെയ്യാം, ഡ്രിങ്കിങ് ഏറണ്ട തൈല സോ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ വാദഹര. ആൻഡ് നെക്സ്റ്റ് ഈസ് അഗ്നികർമ്മം. Next formulations are Prasarani Thailam and Sahajaradi Kashaya. Next disease is Kraushtuga Shirsha. So word meaning of Kraushtuga means fox and Shirsha means head. So ഈ disease mainly knee jointലാണ് വരുന്നത്. ക്രോഷ്ടുക ശീർഷ എന്ന ഡിസീസിൻ്റെ നെയിം വരാനുള്ള റീസൺ ബിക്കോസ് ഈ ഡിസീസ് നീ ജോയിൻറ്റിലാണ് വരുന്നത്. സോ നീ ഒരു ഹെഡ് ഓഫ് ഫോക്സിൻ്റെ ഷേപ്പിൽ കാണും. സോ the name comes as Kraushtuga Shirsha. And the Lakshana is Vada Shonita Jaha Shodo Janu Madhye Maharujaha Neyaha Kraushtuga Shirshastu Stulaha Kraushtuga Shirshavat. Madhava Nidana 22nd chapter 58th sloka. So ഈ ഡിസീസിൽ വാദ ആൻഡ് രക്ത ഈസ് അഗ്രവേറ്റഡ്. സോ വെൻ വാദ വിഷിയേറ്റ്സ് ദ രക്ത there will be presence of shoda or swelling and there will be maharuja, that is excessive pain, and it will resembles to the head of fox. So it is said as Kraushtuga Shirshastu Stulaha means it will be big and it is known as Kraushtuga Shirsha. And the ചികിത്സ ഓഫ് ക്രോഷ്ടുക ശീർഷ ഈസ് സെയിം നേരത്തെ പറഞ്ഞ ശുശ്രുത ചികിത്സ 5th chapter 23rd ശ്ലോകൻ, ദാറ്റ് ഈസ് ശിരാവേദന. ആൻഡ് നെക്സ്റ്റ് ഇസ് അക്കോർഡിംഗ് ടു യോഗ രത്നാകര ഗുഗുലു പിണ്ട വിത്ത് ഗുഡൂച്ചി ആൻഡ് ത്രിപല കഷായ ഫോർ 1 month. ആൻഡ് അക്കോർഡിംഗ് ടു ചക്രദത്ത സെയിം, ദാറ്റ് ഈസ് ഗുഡൂച്ചി ആൻഡ് ത്രിപല വിത്ത് ഗുഗുലു. And Eranda Thaila with Shira and Vruddha Darugam with Shira. So this is the specific treatment for Kraushtuga Shirsha said by Chakradatta. So Vadavyadiyude final disease, that is Kambavada. So Kambavada, Kamba means വേപതു, അതായത് ഷിവറിങ്. സോ ഓൾഡ് ഏജ് പീപ്പിൾ കോമൺ ആയിട്ട് കാണുന്ന ഡിസീസാണ് കമ്പവാത. സോ മോഡേൺലി വി ക്യാൻ കോറിലേറ്റ് വിത്ത് പാർക്കിൻസോണിസം. സോ പാർക്കിൻസോണിസം, സോ ഇറ്റ് ഈസ് ആൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് വിച്ച് ഈസ് കോസ് ഡ്യൂ ടു ദ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡറാണ്. സോ ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ഷിവറിങ്. സോ ലിംസൊക്കെ ഭയങ്കര ഷിവറിങ് ആയിരിക്കും. ആൻഡ് സോ ദ പേഴ്സൺ വുഡ് ബി ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ വാക്കിംഗ്. സോ അവരുടെ ഗെയ്റ്റ് ഫെസ്റ്റിനേറ്റിംഗ് ഗെയ്റ്റ് ആയിരിക്കും. ആൻഡ് ദെയർ ഫേഷീസ് ആർ മാസ്ഡ് ഫേസ്. സോ ആളുകൾക്ക് ഒരു എക്സ്പ്രഷൻസ് അങ്ങനെ ഉണ്ടാവില്ല. ആൻഡ് ദിസ് ഡിസീസ് when Yoga Ratnakara explains, Kambavada is defined as Sarvanga Kambaha Shiraso Vayuhu Vebadu Sapnyaha. അതായത് വാദയുടെ പ്രസൻസ് കാരണം ഹോൾ ബോഡിയിൽ ട്രെമേഴ്സ് ഓർ ഷിവറിങ് ഉണ്ടാവുന്ന കണ്ടീഷനാണ് കമ്പവാദ. സോ സംപ്രാപ്തി ഈസ് വെൻ നിദാന, അതായത് കോമൺ ആയിട്ടുള്ള വാദനിദാനങ്ങൾ തന്നെയാണ്. സോ വാദ വിൽ ഇൻക്രീസ് ആൻഡ് ദിസ് വാദ ഫിൽസ് ദ സ്രോതസ് ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ദ അതർ doshas and affect the whole body, and there will be tremors, vepadu, causing involuntary fine movements. So finally leading to the kambavada. So idile dushyas or doshas affect dhadus affecting are rasa and sira. And while explaining the treatment for kambavada, it is abhyanga with sahajaradi taila or masha taila, svedana with Patrapinde Sweda, and Anuvasana and Niruhavasti, Shirobhasti with Brahmigrida and Shirodhara with Medya Kashaya. We can provide Rasayanas, Kabikachu Prayoga, Lagu Visha Garbha Taila and Nakuli Taila. വാദവ്യാധി ഡിസീസസിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു സോ മച്ച്.